ധർമ്മസ്ഥലയിൽ നിർണായകമായ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില തെളിവുകൾ ലഭിച്ചു. പോയിന്റ് 6 നിന്നാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. സത്യമേവ ജയതയെന്ന് അഭിഭാഷകൻ മഞ്ജുനാഥിന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നു. സുപ്രധാന നീക്കമാണ് ധർമ്മസ്ഥലയിൽ ഉണ്ടാവുന്നത്. ഈ അന്വേഷണ സംഘത്തിന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യം നേരത്തെ തന്നെ ഒരു സൂചനയായി പുറത്തു വന്നതാണ്. ഇപ്പോഴാണ് അതിന്റെ ചില സ്ഥിരീകരണങ്ങൾ കൂടി വരുന്നു. കെ വി ബൈജു ഉണ്ട്. ബൈജു, എന്താണ് ഈ പ്രധാനപ്പെട്ട നീക്കം? ഈ മഞ്ജുനാഥയുടെ വാർത്താക്കുറിപ്പിലെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ എന്താണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? സൈത്തെ, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അത് സത്യാവസ്ഥയാണെന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പോയിന്റ് 6 നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചെന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. സൂചന എന്ന് പറയാൻ കാരണം ഔദ്യോഗികമായ സ്ഥിരീകരണം SITയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൂചന എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ അഭിഭാഷകൻ, അതായത് ശുചീകരണ തൊഴിലാളിയുടെയും ഒപ്പം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ അഭിഭാഷകൻ മഞ്ജുനാഥ ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് സത്യമേവ ജയതേ എന്നാണ്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ്. 6ാമത്തെ പോയിന്റിൽ, അതായത് 3ാം ദിനത്തിൽ 6ാം പോയിന്റിലാണ്, നേത്രാവതി പുഴയോട് ചേർന്ന് നിൽക്കുന്ന വനമേഖലയിലാണ് ഈ 6ാം പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ആ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചെന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. നമ്മളുടെ സൂചന പ്രകാരം തലയില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ, അത്തരത്തിലുള്ള ഭാഗങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അവിടെ SIT സംഘം ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ശുചീകരണ തൊഴിലാളി ഒപ്പമുണ്ട്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം പോകുന്നു. പക്ഷേ ഈ കാര്യത്തിൽ SITയുടെ ഭാഗത്ത് നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ അന്വേഷണത്തെ അത് ബാധിക്കുമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാം ഒരുമിച്ച് ഈ പരിശോധനയ്ക്ക് പൂർത്തിയായതിനു ശേഷമായിരിക്കാം. അതല്ല, ഈ കാര്യത്തിൽ SITയുടെ വിശദീകരണം ഉണ്ടാകുമോ എന്നും അല്പസമയത്തിനകം അറിയാം. ഏതായാലും 6ാമത്തെ പോയിന്റ് വളരെ നിർണായകമായിരിക്കുന്നു. നേരത്തെ 3നും 4നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് പുറത്തുവിടാതെ അതീവ രഹസ്യമായി അന്വേഷണം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന ദൂരമാണ്. ആ ദൂരത്തിൽ നടത്തുന്ന പരിശോധനയാണ്. വനത്തിനകത്താണെങ്കിലും അതിനകത്ത് കയറിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ ന്യൂസ് 8 ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നു. ഞാൻ നിൽക്കുന്നതിന് തൊട്ടു പിറകിലാണ് ആ പരിശോധന നടക്കുന്നത്. അവിടെ വിശദമായ പരിശോധന ഇപ്പോൾ 6ാം പോയിന്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശുചീകരണ തൊഴിലാളിയും മൊത്തമുള്ള ഇനി ഏറ്റവും പ്രധാനം 8 മുതൽ 11 വരെ അത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വനമേഖലയിൽ. ആ ഭാഗത്തും കൂടെ പരിശോധന നടത്താറുണ്ട്. അവിടെ കൂട്ടമായി 6ലും 7ലും അധികം ആളുകളെ ഇത്തരത്തിൽ കൂട്ടമായി കുടിച്ചുമൂടിയെന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ 6ാം പോയിന്റ്, 6ാമത് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചെന്ന സൂചന വരുന്നു. അത് അഭിഭാഷകൻ മഞ്ജുനാഥ തന്നെ വാർത്താക്കുറിപ്പായി പുറത്തുവിടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിലാണ്. അങ്ങനെയാണ് ഈ കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തലയില്ലാത്ത മറ്റ് അസ്ഥികൂടം ആണ് അവിടുന്ന് ലഭിച്ചതെന്ന ഒരു വിവരം കൂടെ വരുന്നുണ്ട്. അതെല്ലാം സ്ഥിരീകരണം വരാനുണ്ട്. ഇത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല. എന്തായാലും അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമ്മൾ ഇതുവരെ നൽകിയിട്ടുമില്ല. ഇപ്പോൾ ഇത് ലഭിക്കുന്ന ഒരു സൂചനയാണ്. എന്തായാലും 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്ന അയാളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള പരിശോധനയായിരുന്നു ധർമ്മസ്ഥലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി 8ാമത്തെ പോയിന്റിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമേ നടക്കൂ. ഇപ്പോൾ 6ൽ വിശദമായ പരിശോധന നടക്കുന്നു. അവിടെയും ഒന്നിലധികം ആളുകളെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. നേരത്തെ ഈ പ്രതികൂല കാലാവസ്ഥയും ഒപ്പം നേത്രാവതി പുഴയോരത്തെ 1ഉം 2ഉം 3ഉം പോയിന്റുകളിൽ വെള്ളം കയറിയത് കാരണം കുഴിച്ച് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ആ രീതിയിൽ പോയി. പക്ഷേ 4ാമത്തെ പോയിന്റിൽ നിന്നും ചില വസ്തുക്കൾ ലഭിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു. DGP വളരെ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്താനും 4ാമത്തെ പോയിന്റിൽ അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനം 6ാം പോയിന്റാണ്. 6ാം പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ 15 വർഷം മുൻപ് ഇവിടെ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ അവശിഷ്ടം ലഭിച്ചിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് വരുന്നത്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകും. സഹിതം നമ്മൾ ആ സ്ഥലത്ത് അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഏതായാലും അല്പസമയത്തിനകം അതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകും. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്നും ഇത്തരത്തിൽ വസ്തുക്കൾ കിട്ടിയെന്നാണ്. അതാണ് ഈ അഭിഭാഷകന്റെ പോസ്റ്റും സൂചിപ്പിക്കുന്നത്. സത്യമേവ ജയതേ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി പറയേണ്ടി വരും. ഇവരുടെ ഈ ഇരകൾക്കൊപ്പം നിന്ന്, ഈ കൊല്ലപ്പെട്ടവരെ കുടുംബത്തിനൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇടപെടുന്ന അഭിഭാഷകനാണ്. ഇന്നലെ ഈ 1ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ ഒരു ചുവന്ന ബ്ലൗസും കുറച്ച് തിരിച്ചറിയൽ കാർഡുകളും ലഭിച്ചിരുന്നു. അതിൽ ലക്ഷ്മി എന്ന ഒരു സ്ത്രീയുടെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചു എന്ന ഒരു വിവരം
അതും പങ്കുവച്ചത് മഞ്ജുനാഥ് തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന ദൂരമാണെങ്കിലും വലിയ തോതിൽ ഇവിടുന്ന് വ്യക്തമല്ല. കാരണം വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പുഴയോട് അരികിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും 8, 9, 10 അതും വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്ക് ശേഷം ആ ഭാഗങ്ങളിലുള്ള പരിശോധനയും ഉണ്ടാകും. സൈത്തെ യെസ്, അതാണ്. എന്തായാലും കാത്തിരിക്കുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നും ചില സുപ്രധാനമായ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ആ രഹസ്യം തേടിയുള്ള അന്വേഷണം തുടരുന്നു.